ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിന്നൂസ് ആൻഡ് റോസ്. അപ്പോൾ ഇന്ന് പാർട്ട് 4 ഡേ 4 നമ്മൾ പോകുന്നത് രാഷ്ട്രപതി ഭവൻ, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മിനാർ. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് രാഷ്ട്രപതി ഭവനിലേക്കാണ് കേട്ടോ. രാഷ്ട്രപതി ഭവൻ എന്ന് പറയുമ്പോൾ ഇവിടെ 10 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് തുറന്നിട്ടും നമ്മൾ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് വേഗം പോയി. അപ്പോൾ ഇതുള്ളത് നമ്മുടെ ഡൽഹിയിൽ തന്നെയാണ്, രാജ്പഥ് റോഡിൻ്റെ അവിടെയാണ്. 1912 ആരംഭിച്ചു പണി. 1931 പണി പൂർത്തിയായിട്ടുള്ളത്. ആദ്യം ബ്രിട്ടീഷിൻ്റെ വസതിയിലായിരുന്നു, അതായത് ഓലായിരുന്നു ഇതൊക്കെ ആക്കിയത്. പിന്നെ 1947 നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗികത്തിൻ്റെ കീഴിലായി. അപ്പോൾ നമ്മൾ ഡൽഹി കാണുന്നവർക്കും പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ കാണാൻ പറ്റിയതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 330 ഏക്കറിലധികമാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ 340 മുറികൾ, 37 സ്വീകരണ ഹാളുകൾ, ലൈബ്രറി, ഓഫീസുകൾ, ഭക്ഷണശാലകൾ, അതിഥി മുറികൾ എന്നിവ ഉണ്ട് കേട്ടോ. അതായത് രാഷ്ട്രപതി ഭവൻ അത്രയും വലുതാണ്. പിന്നെ ഇവിടെ കുറേ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉണ്ട്. കണ്ടില്ലേ, കുറേ അധികം വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ നിർമ്മാണ ശൈലി എന്ന് പറഞ്ഞാൽ രാജപതി ഭവൻ ഇന്ത്യ ഉണ്ട്. അപ്പോൾ അവിടുത്തെ യൂറോപ്യൻ ശില്പങ്ങളുടെ കലവറയാണ് കേട്ടോ. ഇവിടേക്ക് കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെ പണിതിട്ടുള്ളത് വെച്ചാൽ ചുവന്ന മണൽക്കല്ലും വെള്ള നിറത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് കേട്ടോ ഭവനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, മീനിൽ നിന്നും വെള്ളച്ചാട്ടം വരെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സാധനം മുഗൾ ഗാർഡൻ. അപ്പോൾ പ്രശസ്ത ഈ രാജപ്രതിയിലെ അതിൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു ഭാഗമാണ് നമ്മുടെ മുഗൾ ഗാർഡൻ. അവിടെ മുഗൾ ശൈലിയുള്ള മനോഹരമായ അനവധി കുറേ പൂക്കളുണ്ട്. പിന്നെ ചെടികൾ, ശില്പങ്ങൾ, ഞാൻ പറഞ്ഞില്ല വെള്ളച്ചാട്ടങ്ങൾ, ഇതൊക്കെ മുഗൾ ഗാർഡനാണ്. നല്ല രസമുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇടയ്ക്ക് ഇത് ജനങ്ങൾക്കായിട്ട് തുറന്നെടുക്കുള്ളൂ. ഇതാണ് നമ്മുടെ രാഷ്ട്രപതി ഭവനല്ലേ. പിന്നെ ഇതൊക്കെ നമ്മുടെ മുഗൾ ഗാർഡനിലാണ് പെടുക. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ അമൃത് ഉദയൻ എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട്. മുഗൾ ഗാർഡനാണ്, പക്ഷെ ഇപ്പോഴത്തെ അമൃത് ഉദയൻ അത് 15 ഏക്കറിൽ അധികം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ 15 ഏക്കരം. പക്ഷേ ഞങ്ങൾ പോയപ്പോഴൊക്കെ അധികം ഗാർഡനാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് മ്യൂസിയത്തിലേക്ക് പോയി. അപ്പോൾ മ്യൂസിയത്തിലേക്ക് ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ടിക്കറ്റ് കൊടുത്ത് മുതലാണ് കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. അവിടെ കണ്ടില്ലേ, അതൊരു എയ്റോപ്ലെയിനിൻ്റെ ശില്പമുണ്ട്. പിന്നെ ഒരു ബോട്ടുണ്ട്, കണ്ടില്ലേ. മഴയുണ്ട്, നേരെ കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മളുടെ മാർസലസ്. അതെന്താ വെച്ചാൽ എനിക്ക് കറക്റ്റ് പേര് ശരിക്കും അറിയില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 5 പ്രസിഡന്റുമാരും യാത്ര ചെയ്തിട്ടുള്ള കാറുണ്ടോ, ശരിക്കുള്ള കാറാണ്. പിന്നെ ഇതുപോലത്തെ 5
ആൾക്കാർ സംസാരിക്കണ ഒരു ഇതാണ്, എന്താ പറയുക, ശില്പമാണ്. അപ്പോൾ നല്ല ഇതാ. പിന്നെ ഈ ഒരു ബുക്ക് പലകമ വെച്ച പോലെ തന്നെ അതും ഉണ്ട്. പിന്നെ ഇതൊരു മ്യൂസിയം കോംപ്ലക്സ് ആണ്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇന്ത്യയിലെ അന്തർദേശീയ സമ്മാനങ്ങളും പുരാതന ആയുധങ്ങളും കലാവസ്തുക്കളുടെ ഫോട്ടോകൾ ഒക്കെ ആണ്. പിന്നെ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അവിടെ കുറേ 3D ഷോകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ അവിടുത്തെ മെയിനായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ ആണ്. പിന്നെ ഒരു TV ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പാട്ടുകളായിരുന്നു, അതായത് മലയാളം പാട്ട് തന്നാൽ മലയാളം പാട്ട് അങ്ങനെ. പിന്നെ ഇങ്ങനത്തെ ഒരു മ്യൂസിയം ഉണ്ട്. അതാണ് പേജ് മറിക്കണ പോലാക്ക. ഇതൊരു ശില്പമാണ് കേട്ടോ. ഇത് ഫ്ലിപ്പ് ബുക്കാണ്. നമുക്കിത് അതിനെ കുറിച്ച് നോക്കണമെങ്കിൽ ഇതാ ഈ പേജിലൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് പിന്നെ ഇങ്ങനെ മറിക്കാനുള്ള ഇഷ്ടമുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറേ മറിച്ചിരുന്നത്. ഞാനൊന്നും വായിച്ചു നോക്കിയിട്ടൊന്നുമില്ല. കണ്ടില്ലേ അവിടെ ശില്പങ്ങൾ. ഇത് അതിനെ കുറിച്ചാണ് ഇവിടെ പറയണത്. അധികവും അവിടെ അങ്ങനത്തെ TVകളുണ്ട്. കളിയവരൊക്കെ മഹാത്മാഗാന്ധി പോലൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തൊക്കെ അങ്ങനത്തെ TV ഉണ്ട്. ടച്ച് സ്ക്രീൻ വഴി നമുക്ക് വിവരങ്ങളൊക്കെ അറിയാം. അത് നിങ്ങൾ ഇതെല്ലാവരും ഇതെന്ത് കാണുക കേട്ടോ.
ഇതൊക്കെ അവരുപയോഗിച്ച റൂമുകളാണ്. ഇത് പിന്നെ 3D ആണ്. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ അതിൻ്റെ 3D ആണിത്. പിന്നെ ഇതെല്ലാം APJ അബ്ദുൽ കലാമിൻ്റെ സാധനങ്ങളാണ്. കണ്ടില്ലേ, ഇത് ഫ്രെയിം, ഇത് ഡയറിയാണ്, ഇതും. പിന്നെ അത് കാണുന്നത് ഡ്രസ്സാണ്. ഇതൊക്കെ എഴുതിയ ബുക്സാണ്. പിന്നെ അവിടെ ഒരു ഇങ്ങനെ എന്തോ സാധനമുണ്ട്. പിന്നെ ഇവിടെ അധികം കാണിച്ചിട്ടുള്ളത് ബുക്കാണ്. പിന്നെ എന്തൊക്കെ ഇങ്ങനെ കാട്ടിയിട്ട് പിന്നെ നമ്മൾ ആ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് നേരെ മനസ്സിലാവും അത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. കണ്ടില്ലേ, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഡ്രസ്സാണ്. പിന്നെ ഇവിടെയൊക്കെ ചുറ്റും പോലീസുകാരുണ്ട് കേട്ടോ. പിന്നെ ഓരോ ആൾക്കാരുടെയും ഓല് ഉപയോഗിച്ചിരുന്ന അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് അയാളുടെ ഡ്രസ്സാണ്, കണ്ടില്ലേ. അയാളുടെ കണ്ണട, വാച്ച്, പേഴ്സ്, തൊപ്പി ഒക്കെ ഉണ്ട്. ഈ ആദ്യത്തെ കല്ല് മൗണ്ട് എവറസ്റ്റിൻ്റെ ഒരു സ്റ്റോണാണ്. ഇത് മൗണ്ട് ഫ്രം മൂന്നത്തെ ഒരു കല്ലാണ് കേട്ടോ. അത് ശരിക്കത്തെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് എന്തോ സാധനമാണ്, നമുക്കറിയില്ല. ഇതൊക്കെ ഓരോ ശില്പങ്ങളാണ്. ചിലപ്പോൾ ആരുടെങ്കിലും വീട്ടിലുള്ളത് അല്ലെങ്കിൽ നമുക്ക് സമ്മാനം കൊടുത്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ. എന്തായാലും എല്ലാതും കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടില്ല, ഒരു ബിൽഡിംഗ് ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിലേക്കാട്ടോ വന്നത്. ഇന്ത്യ ഗേറ്റ് പണി തുടങ്ങിയിരിക്കുന്നത് 1921 പിന്നെ 1931 പണി കഴിഞ്ഞിരിക്കുന്നത്. അത് ഏകദേശം 10 വർഷമാണ്. 42 മീറ്റർ ഉയരമുണ്ട് കേട്ടോ ഈ ഇന്ത്യ ഗേറ്റിന്. പിന്നെ ഇതിന് ചുറ്റും നല്ല രസമുള്ള പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയുടെ ദേശീയ അഭിമാനത്തിൻ്റെ പ്രതീകമായ ഇന്ത്യ ഗേറ്റ് ഒരു പ്രധാന വിനോദസഞ്ചാരമാണ്. പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ആൾക്കാരുടെ പേരുകളൊക്കെ എഴുതിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരുടെ കണ്ടില്ലേ പേരുകൾ കുറേ ഉണ്ട് കേട്ടോ. 13,300 ആൾക്കാരുടെ പേരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ കുത്തുബ് മിനാർക്ക് വന്നു.
കുത്തുബ് മിനാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയിലും ഒരു പ്രശസ്ത മിനാരമാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരങ്ങളിൽ ഒന്നായിട്ട് ഇത് കണക്കാക്കുന്നുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ കുത്തുബുദ്ദീൻ ഐബക്ക് പണി തുടങ്ങി. പിന്നെ ഇൽത്തുമിഷ്, അലാവുദ്ദീൻ ഖൽജി ഓലൊക്കെ ആയിട്ട് മിനാരിൻ്റെ ഉയരം വർദ്ധിപ്പിച്ചു. പിന്നെ അങ്ങനെ രൂപകൽപ്പന പൂർത്തിയാക്കുകയും ചെയ്തു. മിനാര് ചുവന്ന ശിലയും മാർബിളും കൊണ്ട് നിർമ്മിച്ചിരുന്നു. അതിലെ സുന്ദരമായ ശില്പശാലകളും ഖുർആൻ വചനങ്ങളും ഉണ്ട് കേട്ടോ. കുത്തുബ് മിനാർ മുസ്ലിങ്ങളുടെ ഭവന ശൈലിയുടെ മനോഹരൻ്റെ ഒരു ഉദാഹരണമാണ്. കൂടാതെ ഡൽഹിയിൽ ഒരു പ്രധാന വിനോദസഞ്ചാരങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അത് അവിടേക്ക് പോയാലും കാണണം. ഇവിടെ താത്തയും കാക്കിയുണ്ട്. ഹലോ, ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവരും മിന്നൂസ് ആൻഡ് പ്രോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ മറ്റേ സാധനം ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. നല്ല അടിപൊളി വീഡിയോസ് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. യെസ്. 1199 കുത്തുബുദ്ദീൻ ഐബക്ക് പണി തുടങ്ങിയത്. പിന്നീട് അങ്ങനെ പറഞ്ഞല്ലോ, ഇൽത്തുമിഷ് അങ്ങനെ കുറച്ച് ഹൈറ്റൊക്കെ കൂട്ടി ഇതാക്കി. പിന്നെ ഇത് ഇൽത്തുമിഷിൻ്റെ മൃതദേഹമാണ്. അതിവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നടന്നപ്പോയി നല്ല അത്രയൊക്കെ മഴ ഉണ്ടാകുന്നു. ഈ ചുറ്റും നടന്നപ്പോൾ ഇതിൽ മെയിൻ അലങ്കാരമായിട്ടുള്ളത്, കുത്തുബ് മിനാറിൽ മെയിൻ അലങ്കാരമായിട്ടുള്ളത് അതിലെ വചനങ്ങളാണ്. ഇൽത്തുമിഷ് 3-4 നിലകളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ അലാവുദ്ദീൻ ഖൽജി മിനാരിന് മുകളിൽ കുറച്ചുകൂടി നിലകൾ കൂട്ടി ചേർത്തു എന്നും പറയുന്നുണ്ട്. ഇതിന് 73 മീറ്റർ ആട്ടോ ഉയരമുള്ളത്. മിനാരിൻ്റെ ചുറ്റുമുള്ള പുരാതന കോംപ്ലക്സ്, പിന്നെ അതിൽ കുത്തബ് മസ്ജിദ്, അൽ ഐബക്ക് പള്ളി ഉൾപ്പെടെ നിരവധി ചരിത്ര പ്രധാനമായ ഘടകങ്ങൾ അതിൽ ഉണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ ഇങ്ങനെ കുറച്ച് മുമ്പൊക്കെ ചില സാധനങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയപ്പോൾ കുറച്ച് സെഞ്ച്വറിയിലൊക്കെ ആയപ്പോൾ നല്ല എർത്ത് കേക്കൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിങ്ങനെ പൊട്ടിയാണ്. അപ്പോഴും കുത്തുബ് മിനാറിന് ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോൾ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ഷോ എന്തായാലും നിങ്ങളൊന്ന് കാണാം.
വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വാച്ച് പാർട്ട് 5 അത് ഡൽഹീൻ്റെ ടൂർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മളുടെ ഗോവ ട്രിപ്പാണ്. അപ്പോൾ ഗോവ ട്രിപ്പ് എന്തായാലും നിങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.